ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും എൻ്റെ മകരസംക്രാന്തി ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് മകരസംക്രാന്തി സ്പെഷ്യൽ ആയിട്ടുള്ള എള്ളുണ്ടയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം എള്ളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. കറുത്ത എള്ളാണിത്. അതേപോലെ 200 ഗ്രാം ശർക്കര പൊടിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര പൊടിച്ചതാണ് കൂടുതൽ നല്ലത്. മറ്റേതാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു വെക്കണം. പിന്നെ വേണ്ടത് 50 ഗ്രാം പീനട്ട്സ് റോസ്റ്റ് ചെയ്തത്. ഇത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തതാണ്. മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്യല്, അപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുപ്പത്ത് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായി ചൂടായി വന്നു. ആ സമയത്തേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം ഇപ്പോൾ ലോ ടു മീഡിയം ടെമ്പറേച്ചറിലാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 3-4 മിനിറ്റ് സമയം എടുക്കും എള്ള് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരാനായിട്ട്. ആ സമയം നമുക്ക് ഗ്യാസിൻ ഫ്ലെയിം ഒന്ന് ലോ ചെയ്യാം. എന്നിട്ട് പിന്നെയും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു 4 മിനിറ്റ് സമയത്തോളം. എള്ള് നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങണം. അധികം കറുത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്ന എള്ളുണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എള്ള് എങ്ങനെയാണ് മൂത്ത് വരുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ അത് നമുക്ക് പൊട്ടി വരുന്നതായിട്ട് മനസ്സിലാവും. ആ സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വറുത്ത എള്ള് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതേ പാൻ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരണം. അതിനുശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കരയും ഞാൻ പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് വലിയ ശർക്കരയാണെങ്കിൽ അത് നിങ്ങളൊന്ന് ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ പൊടിച്ചോ എടുക്കണം. എന്നാലാണ് അത് പെട്ടെന്ന് തന്നെ നെയ്യുടെ കൂട്ടത്തിൽ മിക്സ് ആയിട്ട് വരുള്ളൂ. ശർക്കര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ ലോ ടു മീഡിയം ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നെയ്യുമൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം ഈ സമയത്ത് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഈ ശർക്കര കൂടുതലായിട്ടും നെയ്യുമായിട്ട് കൂടി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എള്ളുണ്ട ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ മൂപ്പ് കുറച്ച് കുറയുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന എള്ളുണ്ട പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇത് കറക്റ്റ് പാകത്തിന് തന്നെ വാങ്ങിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ശർക്കരയുടെ കറക്റ്റ് പാകം ചെക്ക് ചെയ്യാൻ ഞാൻ ഈ ബൗളിലേക്ക് 2 തുള്ളി ശർക്കര ഒഴിച്ചു കൊടുത്തു. കണ്ടുവിനടിയിൽ നന്നായി സെറ്റായിട്ടുണ്ട്. ഇത് വെള്ളമായിട്ട് മിക്സ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ നമ്മൾ ഗ്യാസ് ടെമ്പറേച്ചർ ഒന്ന് ലോ ചെയ്യുക. എന്നിട്ട് എടുത്ത് വെച്ചുള്ള പീനട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന എള്ളില്ലേ, അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ശർക്കരയും എള്ളും കൂടെ കട്ടിയായി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പീനട്ടും എള്ളും ശർക്കരയും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാൻ നമുക്ക് പറ്റില്ല. അത് പൊടിഞ്ഞു പോവും. അപ്പോൾ
ചെറിയ ചൂടിൽ തന്നെ വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി ഈ മിക്സ് നമുക്ക് ഒരു എള്ളുണ്ടയുടെ വലിപ്പത്തിലെടുത്ത് ഉരുട്ടി പ്ലേറ്റിലേക്ക് വെക്കാം. ഒരു സ്പൂൺ കൊണ്ട് ആണ് ഞാനിത് എടുക്കുന്നത്. നല്ല ചൂടാണിത്. കൈ കൊണ്ട് എടുത്തത് നല്ലതായിട്ട് പൊള്ളും കൈ. അപ്പോൾ വളരെ കെയർഫുൾ വേണം ഇത് ചെയ്യാനായിട്ട്. ആദ്യമേ തന്നെ കയ്യിൽ കുറച്ച് എണ്ണ പറ്റി കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം പറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒരു എള്ളുണ്ടയുടെ വലിപ്പത്തിലുള്ള മിക്സ് എടുത്തിട്ട് പെട്ടെന്ന് ഉരുട്ടി പ്ലേറ്റിലേക്ക് വെക്കുക. ഇത് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഈ മിക്സ് മുഴുവനും നമുക്ക് ഉരുളകളായിട്ട് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് പൊട്ടിപ്പോവും. ഉരുളകളായിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ എള്ളുണ്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.